അമൃതം പൊടി കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു കിടിലൻ ഐഡിയ കിട്ടിയത്. ഒരു സ്വീറ്റ് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് തോന്നി. അതിനുവേണ്ടി അമൃതം പൊടി, ചെറിയ പഴം, റോസ്റ്റഡ് റവ, ചെറുകിയ തേങ്ങ, പഞ്ചസാര എന്നിവ എടുത്തു. ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം നല്ലപോലെ ചൂടായ ശേഷം അമൃതം പൊടി ചേർത്ത് നല്ലപോലെ വറുത്തെടുത്തു. ചെറുതായിട്ട് കരിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് നെയ്യോ എണ്ണയോ ചേർത്ത് നല്ലപോലെ ചൂടാക്കി അതിലേക്ക് കുഞ്ഞു ചെറുതാക്കി അരിഞ്ഞ് ചെറിയ പഴം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ചെറിയ പഴം തന്നെ എടുക്കണമെന്നില്ല, ഞാനിവിടെ കുന്നങ്കായാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴമോ വേറെ ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ഇഷ്ടാനുസരണം 2 or 3 ടേബിൾ സ്പൂണൊക്കെ കൂട്ടിയെടുക്കാം. ഇനി ചെറുകിയ തേങ്ങ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഞാൻ ഇവിടെ 1 പിടി തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നല്ലപോലെ പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അമൃതം പൊടി അരിക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. കൂടെ 1 ഗ്ലാസ് അമൃതം പൊടിക്ക് 1/2 ഗ്ലാസ് റവ എന്ന രീതിയിൽ റവയും ചേർക്കാം. റവ ചേർക്കാൻ എന്താ വെച്ചാൽ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും കട്ട്ലറ്റ് ഉണ്ടാവാറ് ക്രിസ്പി ആയിട്ടല്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. ഒരു പുട്ട്, നമ്മൾ വീട്ടിൽ പുട്ട് ഉണ്ടാക്കുന്ന പരുവത്തിലേക്കാണ് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത്. ഇനി അത് തണുത്തതിന് ശേഷം കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തേച്ചിട്ട് നല്ലപോലെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയിട്ട് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുക. ഇനി ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് അത് ചൂടായ ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായിട്ട് അതിലേക്ക് ഈ കട്ട്ലറ്റ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ശാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വലിയേറിയ അഭിപ്രായം കമൻറ്റുകളായിട്ട് ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.